എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ചേച്ചി അങ്ങനെ ഗുരുവായൂരിലൂടെ നടക്കാണ്. എപ്പന്നറിയോ? ഇപ്പൊ ഇതാ ഞാൻ ഈ ഫയല് വായിക്കുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്നതിന് മുമ്പേ ഏൽപ്പിച്ചതാണ്. ഈ ദിവസം പറയണം ട്ടോ എന്ന്. അപ്പം ഗുരുവായൂരിലിരിക്കുന്ന ചേച്ചിക്ക് അവിടുന്ന് തന്നെ കേൾക്കാലോ. അതൊരു ഭാഗ്യം തന്നെയല്ലേ. തൻ്റെ കൃഷ്ണാനുഭവം നമ്മളിലേക്ക് ചാനലിൽ അയച്ചു തരിക. അത് ഇഷ്ടപ്പെട്ട സ്ഥലത്തിരുന്ന് കേൾക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. അപ്പം ഞാനത് വായിക്കാം. നമുക്കെല്ലാവർക്കും കേൾക്കാലോ. കൂടെ കൂടാട്ടോ. ഹരേ കൃഷ്ണ. നമസ്തേ ശ്രീകാന്ത് സാർ. ഇന്ന് എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ്. സാറിൻ്റെ സൗണ്ടിൽ കേൾക്കുമ്പോൾ നല്ല മാധുര്യമാണല്ലോ. ചെറിയ സർജറി കഴിഞ്ഞു. ചെറിയ റെസ്റ്റിലൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ വെള്ളിയാഴ്ച പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ന് മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. മോൾ ഒന്ന് ഗുരുവായൂരിൽ പോകണമെന്ന് നിർബന്ധം പിടിച്ചു. ഞാനത് സമ്മതിക്കുകയും ചെയ്തു. മോളുടെ ഇഷ്ടത്തിനാണ് ഇപ്പം പോകുന്നത് കേട്ടോ. എന്നെ കൊണ്ടുപോയതും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഇവിടെ എറണാകുളത്തുനിന്നും 6:20 ട്രെയിനിൽ കയറി. ട്രെയിനിൽ ഇരിക്കുമ്പോഴേ മോൾ എന്നോട് പറഞ്ഞു, അമ്മച്ചി എനിക്ക് പരീക്ഷ ആയതുകൊണ്ട് ക്യൂവിലൊന്നും നമുക്ക് നിൽക്കണ്ട കേട്ടോ, അകത്ത് കൊടിമരത്തിൻ്റെ അടുത്ത് നിന്ന് തൊഴുതിട്ട് നാമം ജപിച്ച് നമുക്ക് തിരിച്ചു പോരാം. ഞാനത് സമ്മതിച്ചു. ഞങ്ങൾ കൊടിമരത്തിൻ്റെ അടുത്ത് തുലാഭാരം കൊടുക്കുന്നതിൻ്റെ അരികിലായി അവിടെ ഇരുന്ന് ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, ശ്രീഭൂതബലിക്ക് സമയമായി, എല്ലാവരും എഴുന്നേറ്റ് മാറൂ. ഞങ്ങൾ എഴുന്നേറ്റ് പ്രസാദം കൊടുക്കുന്ന സൈഡിലേക്ക് മാറിയിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ആനപ്പുറത്ത് നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ആനപ്പുറത്ത് എഴുന്നള്ളി പഞ്ചവാദ്യങ്ങളോടുകൂടെ പുറകെ ഹരേ രാമ പറഞ്ഞ് ഭക്തരും വരുന്നുണ്ട് കേട്ടോ. മോളോട് ഞാൻ പറഞ്ഞു, നമുക്കും പുറകെ നടക്കാം. വേണ്ട, നല്ല തിരക്കാണ് അമ്മച്ചി, ഇവിടെ നിന്നാ മതി. ഞാൻ വിഷമിച്ചുട്ടോ, കേട്ടു നിന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ആനയുടെ പുറകെ ഹരേ രാമ പാടി ഒരു 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ തൊട്ടരികിൽ അവർ വന്നു നിന്നു. ഹരേ രാമ പാടാൻ തുടങ്ങി. എനിക്ക് വലിയ സന്തോഷമായി. ഞാനും അവരുടെ ഒപ്പം ഉറക്കെ ഹരേ രാമ സന്തോഷത്തിൽ ചൊല്ലിത്തുടങ്ങി. അത് കഴിഞ്ഞ് പ്രസാദം വാങ്ങി ഞങ്ങൾ പുറത്തിറങ്ങി. മോള് പറഞ്ഞു, അപ്പച്ചി ഭക്ഷണം കഴിക്കാൻ നമുക്ക് നിൽക്കണ്ട, കുറച്ച് കമ്മലൊക്കെ എനിക്ക് വാങ്ങിക്കണം, എന്നിട്ട് നമുക്ക് വേഗം പോകാം 1:30 ട്രെയിനിന്. എനിക്കിപ്പോൾ വിഷമമായിട്ടോ, ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ഞാൻ ആദ്യമായിട്ടാണ് തെക്കേ നടയിലുള്ള കടയിൽ കയറുന്നത്. മോള് ഓരോ കടയിലും കയറി. അവൾക്ക് ഇഷ്ടമായ കമ്മലൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് ഒരു കടയിൽ കയറി. അവൾക്ക് ഇഷ്ടമായ കമ്മൽ കിട്ടി. ആ കമ്മലുകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കടയിലെ ചേച്ചി ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഞാൻ പറഞ്ഞു, ട്രെയിനിൻ്റെ സമയം കഴിയും, നല്ല ക്യൂ ആയതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ല. ആ ചേച്ചി പറഞ്ഞു, വരൂ നമുക്ക് കഴിച്ചിട്ട് വരാം. എൻ്റെ മകൻ ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ്, അവൻ്റെ പാസിൽ നമുക്ക് കയറാം. വേഗം പോയി നമുക്ക് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് വന്നിട്ട് കമ്മൽ നോക്കാം. ഹരേ കൃഷ്ണ. ഞാനും മോളും അതിശയിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ജോലി ചെയ്യുന്നതിനിടെ ഭക്ഷണം കഴിക്കാൻ ആ ചേച്ചി ഞങ്ങളെ കൊണ്ടുപോയിട്ടോ. ആ ജോലി ചെയ്യുന്ന അങ്ങനെ ഞങ്ങൾ അവിടെ ജോലി ചെയ്യുന്നയാളുടെ പാസിൽ ഭക്ഷണം കഴിക്കാൻ ആ ചേച്ചി ഞങ്ങളെ കൊണ്ടുപോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോള് പറയാണ്, ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഭഗവാന്റെ ഭക്ഷണം കഴിക്കാൻ എനിക്ക് സാധിച്ചു. എനിക്ക് നല്ല സന്തോഷമായ അമ്മച്ചി. അതുകൂടി കേട്ടപ്പോൾ എനിക്ക് ഭഗവാനോട് ഏറെ ഇഷ്ടമായി. അവിടെ നിന്ന് എല്ലാം അറിയുന്നുണ്ടല്ലോ കൃഷ്ണ, നമ്മളൊന്നും പറയാതെ എല്ലാം അറിഞ്ഞ് ഭഗവാൻ നമുക്ക് തരുന്നു. ഭക്ഷണം കഴിഞ്ഞ് തിരികെ ആ ചേച്ചിയുടെ കൂടെ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചപ്പോൾ ആ ചേച്ചി ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇനി വരുമ്പോൾ ഇവിടെ ഫോണും ബാഗും ഒക്കെ വെച്ചോളൂ. പോരുന്ന നേരം ആ ചേച്ചിയോട് കൂടുതൽ നന്ദി പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് 1:30 ട്രെയിനിൽ കയറി എറണാകുളത്ത് നിന്ന് പോന്നു. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. അതിലെ ഹൈലൈറ്റ് എവിടെയാണറിയോ? മോളുടെ ആഗ്രഹപ്രകാരം പോവുകയാണല്ലേ ഗുരുവായൂർ. അപ്പം ഗുരുവായൂരപ്പൻ്റെ അടുത്തെത്തിയിട്ട് ഭക്ഷണം കഴിക്കാണ്ട് എങ്ങനെയാ ഭഗവാൻ വിടുക? അപ്പം അത്രയും കടകളിലൊക്കെ കയറിയിട്ട് ഒരു ചേച്ചിയുടെ കടയിൽ കയറി. ആ ചേച്ചി അവിടെ ആരാ കൊണ്ടുവന്നത്? ഭഗവാൻ തന്നെ കൊണ്ടുവന്നാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുഞ്ഞു മക്കളെ അങ്ങനെയൊന്നും ഭഗവാന്റെ ഭക്ഷണമൊന്നും കഴിക്കാതെ അങ്ങനെ വിടാൻ പറ്റില്ല എന്നുള്ളത് സത്യമാണ്. അങ്ങനെയാണ്. അല്ലെങ്കിൽ എത്ര കടകളുണ്ട് ഗുരുവായൂർ. ആ ചേച്ചി ഇവരെ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു. അതും മോളുടെ ജന്മദിനാണ്. കണ്ണനെല്ലാം അറിയാമല്ലേ, എല്ലാം അറിയാം, ഒരു സംശയമില്ല. നമ്മളുടെ ജന്മദിനവും എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയാം. പക്ഷെ നമ്മൾ നല്ല സ്നേഹത്തോടെ ഭഗവാനെ കാണണം. അപ്പം ഭഗവാൻ അതിനനുസരിച്ച് തന്നെ നമ്മളുടെ കൈപിടിച്ചോളും. ആ ഗുരുവായൂരുണ്ടായിട്ടുള്ള ഈ നിമിഷങ്ങളൊക്കെ നമുക്ക് മനസ്സിലിങ്ങനെ വരികയാണല്ലേ. ഗുരുവായൂർ വരുന്നതും ഉള്ളിൽ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ അവിടെ ശിവേലിക്കായിട്ട് കാത്തു നിൽക്കുന്നതും അങ്ങനെ അവരുടെ മുന്നിൽ വന്ന് ഹരേ രാമ ചൊല്ലുന്നതും പുറത്ത് വന്ന് വേഗം പോകണം, കുറച്ച് കമ്മലൊക്കെ വേണം. കുട്ടികളല്ലേ, കുട്ടികൾക്ക് കമ്മലൊക്കെ പ്രളയം
വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഗുരുവായൂർ വരുന്നത് തന്നെ പലപ്പോഴും ഞാനൊക്കെ ചെറുപ്പത്തിൽ പോകുമ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നിലവിളിച്ച് കച്ചറ ഉണ്ടാക്കി ദിവസവും ചീത്തയൊക്കെ കേൾക്കും. എന്നിട്ട് അമ്മ അങ്ങനെ എടുക്കും. അമ്മ എപ്പോഴും പറയും, 6 വയസ്സ് 7 വയസ്സായപ്പോഴും നിന്നെ ഞാൻ എടുക്കാറുണ്ടായിരുന്നു. അനിയത്തി പ്രിയ അങ്ങനെ നടക്കും, നിന്നെ ഞാൻ എടുത്തുകൊണ്ട് നടക്കും. അങ്ങനെയൊക്കെ കുട്ടികളുടെ കാര്യം അങ്ങനെയൊക്കെയല്ലേ. അപ്പൊ എന്താ കഥ, ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. കുറേ കാര്യങ്ങളുണ്ട്, നമ്മുടെ ചോദ്യാലങ്കാരവും സമ്മാന പദ്ധതികൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഗ്രൂപ്പുകളിലുണ്ട്. ഹരേ കൃഷ്ണ, അവരൊന്നും പറയാനില്ല.